ബ്രിട്ടീഷുകാർ ഭയപ്പെട്ട വിപ്ലവകാരിയും നമ്മൾ നെഞ്ചേറ്റിയ ഗസലും. കൊച്ചിയിൽ നിന്നും മൻസൂർ നൈന. നമ്മൾ ഇന്നും മൂളുന്ന ഈ പ്രണയഗാനവും ഇന്ത്യൻ തെരുവുകളെ ആവേശത്തിലാഴ്ത്തിയ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെന്ന് മാത്രമല്ല, ഇവ രണ്ടും പിറന്നത് ഒരേ തൂലികയിൽ നിന്ന് തന്നെയാണ്. അതെ, ഇൻക്വിലാബ് സിന്ദാബാദ് കുറിച്ച അതേ തൂലികയിൽ നിന്ന് തന്നെയാണ് പ്രണയകാവ്യമായ ചുപ്കെ ചുപ്കെ രാത്തുദ്ദീൻ ആസൂം ബഹാന യാദ് ഹെ എന്ന ഗസൽ പിറന്നതും. സെയ്ദ് ഫസലുൽ ഹസനെ ലോകം ഹസ്രത്ത് മൊഹാനി എന്ന് വിളിച്ചു. 1875 ജനുവരി 1 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഇന്നാവോ ജില്ലയിലെ മൊഹാനി എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. അലിഗഡിലെ പഠനകാലം മുതൽക്കേ വിപ്ലവം തലയ്ക്ക് പിടിച്ച പോരാളി മൗലാന മുഹമ്മദ് അലി ജൗഹറും ഷൗക്കത്ത് അലിയും ഇദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായിരുന്നു. തസ്ലീം ലക്നവിയും നസീം ദൽഹവിയും ഉൾപ്പെടെയുള്ള പ്രസിദ്ധ ഉറുദു കവികൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കാവ്യഗുരുക്കളായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ബാലഗംഗാധർ തിലകിനൊപ്പം നിന്ന തീപ്പൊരി വിപ്ലവകാരി, ആസാദി കാമിൽ അഥവാ പൂർണ്ണ സ്വരാജ് വേണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഹസ്രത്ത് മൊഹാനി എന്ന മഹാൻ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എഴുതിയ അതേ മനസ്സിൽ നിന്ന് തന്നെയാണ് ചുപ്കെ ചുപ്കെ രാത്തുദ്ദീൻ രൂപപ്പെട്ടതും എന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മെ അതിശയിപ്പിക്കുന്നു. മൊഹാനി ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ അനശ്വര മുദ്രാവാക്യമായ ഇൻക്വിലാബ് സിന്ദാബാദ് രൂപപ്പെടുത്തി. ഭഗത് സിംഗ് ആവട്ടെ ഈ മുദ്രാവാക്യത്തെ തന്നെ ഒരു വിപ്ലവമാക്കി മാറ്റി. 1929 ഏപ്രിൽ 8 സെൻട്രൽ അസംബ്ലിയിൽ ബോംബറിന് ശേഷം ഭഗത് സിംഗും സഹപ്രവർത്തകരും ഈ മുദ്രാവാക്യം മുഴക്കിയതോടെയാണ് ഇത് ഇന്ത്യയിലുടനീളം തരംഗമായത്. ഭഗത് സിംഗ് മുദ്രാവാക്യത്തെ ഇന്ത്യയുടെ സിരകളിലേക്ക് പടർത്തി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരിലൊരാളായ മൊഹാനി ഇഷ്ട്രാക്കി മുസ്ലിം, ഞാനൊരു മുസ്ലിം കമ്മ്യൂണിസ്റ്റാണെന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു, ഗാന്ധിജിയേക്കാൾ കഠിനമായ ജയിൽ ശിക്ഷ എന്തിനാണ് മൊഹാനിക്ക് നൽകുന്നത്? അവർ നൽകിയ മറുപടി, ഞങ്ങൾക്കവനെ സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അത്രയും തീവ്രതയും ബുദ്ധികൂർമ്മതയും ആ മനുഷ്യനിലുണ്ട്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ബോധ തീവ്രതയുടെയും പ്രതിരോധ ചൈതന്യത്തിൻ്റെയും പ്രതീകമായ ഹസ്രത്ത് മൊഹാനി ജയിലിൽ കിടന്ന് എഴുതിയതാണ് പ്രണയകാവ്യമായ ഉറുദു ഗസൽ ചുപ്കെ ചുപ്കെ രാത്തുദ്ദീൻ ആസൂം ബഹാന യാദ് ഹെ. ഗുലാം അലിയുടെയും ജഗത് സിംഗിൻ്റെയും ആലാപനത്തിലൂടെ ലോകം ഇന്നും ആ വിരഹം ഏറ്റുപാടുന്നു. 1951 ഒരു മെയ് മാസം 13 വിപ്ലവത്തിൻ്റെ കനലും പ്രണയത്തിൻ്റെ മഞ്ഞുകണവും ഒരുപോലെ കൊണ്ടു നടന്ന അപൂർവ വ്യക്തിത്വം വിടവാങ്ങി. ഓരോ തവണ ഇൻക്വിലാബ് എന്ന് വിളിക്കുമ്പോഴും ഓരോ തവണ അദ്ദേഹത്തിൻ്റെ കാവ്യം ഗസലായി കേൾക്കുമ്പോഴും ഹസ്രത്ത് മൊഹാനി നമുക്കിടയിൽ ജീവിക്കുകയാണ്. അതെ, ഹസ്രത്ത് മൊഹാനി സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വാക്കുകൾ കൊണ്ട് ഭാരതത്തിൻ്റെ ആത്മാവിൽ പതിഞ്ഞ കവി. ज़माना याद है।